ഗസ സർവനാശത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പം നോർത്തെന്നും സൗത്തെന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് അതിനെ വിഭജിച്ചു. അത് നമ്മൾക്ക് എന്ത് സന്ദേശമായിരിക്കും നൽകുന്നത്? അതായത് ഈ വിഭജിച്ചു എന്ന് പറഞ്ഞാൽ നെറ്റ്സാറിം എന്ന് പറഞ്ഞ ഇടനാഴി ഇത് ഇപ്പോൾ ഇസ്രയേൽ പട്ടാളം പിടിച്ചു. ഇത് ഇസ്രയേൽ പട്ടാളത്തിൻ്റെ കയ്യിലായിരുന്നു ജനുവരിയിലൊക്കെ, അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചല്ലോ. അതെ, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഫെബ്രുവരിയിൽ പിന്മാറിയത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഹമാസുമായിട്ട്. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് പിന്മാറിയിരുന്നു. ഇപ്പോൾ ഇന്നലെ ഈ നെറ്റ്സാറിം ഇടനാഴിയിൽ വീണ്ടും ഇസ്രായേൽ പട്ടാളം IDF ചെന്നിരിക്കുന്നു, പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നടുവിലാണത്, ഗാസയുടെ നടുവിൽ ആണ്. ഇസ്രയേലിൻ്റെയും ഗാസയുടെയും അതിർത്തി ഉണ്ടല്ലോ, അതിർത്തിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്ന ഒരു സ്ട്രിപ്പാണ് ഈ നെറ്റ്സാറിം സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അത് പിടിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ശരിക്കും ഗാസയുടെ നടുവിൽ വച്ചിട്ട് തെക്കും വടക്കുമായിട്ട് അത് വിഭജിക്കപ്പെടുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടനാഴിയിൽ പട്ടാളം നിലയുറപ്പിച്ചിട്ട് ഈ ഗാസയുടെ മധ്യഭാഗത്തും വടക്ക് ഭാഗത്തും ഈ ടാങ്കുകളാണല്ലോ ഇപ്പോൾ ഉള്ളത്, കരയുദ്ധമാണ്, അത് പിടിക്കാൻ പറ്റും. മധ്യഭാഗവും വടക്ക് ഭാഗവും പിടിക്കാൻ പറ്റും. അപ്പോൾ ഏതാണ്ടൊക്കെ ഇപ്പോൾ 99th ഡിവിഷൻ അവരുടെ കരസേനയുടെ 252 ഇതൊക്കെ ഇപ്പോൾ ഈ നെറ്റ്സാറിം എന്ന് പറഞ്ഞ സ്ട്രിപ്പിലുണ്ട്. അപ്പോൾ ഗാസയുടെ നടുവിൽ തന്നെ ഇപ്പോൾ ഇസ്രയേൽ പട്ടാളം ഉണ്ട്, കരയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ അവരുടെ നിയന്ത്രണത്തിലാണെന്നൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഡിഫൻസ് മിനിസ്റ്റർ, അവരുടെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗാസയെ നോർത്തും സൗത്തുമായിട്ട് പകുതിയാക്കുന്നു. ഇനി ഗാസയ്ക്ക് പട്ടാളത്തിന് വലയം തീർക്കാൻ പറ്റും. ഈ നടുവിൽ നിന്നേ വലയം തീർക്കാൻ പറ്റും പട്ടാളത്തിന്. തെക്കോട്ട് പോകുന്നവർ, ഇവിടെ നിന്ന് പലായനം ചെയ്ത് തെക്കോട്ട് പോകുമല്ലോ ഈ ഗാസയിൽ നിന്ന്, അവർ ഇനി പട്ടാളത്തിൻ്റെ ചെക്ക് പോയിൻ്റുകളുണ്ട്. ആ ചെക്ക് പോയിൻ്റുകളിൽ പരിശോധനയ്ക്ക് ശേഷമേ പോകാൻ കഴിയുകയുള്ളൂ. തെക്കോട്ട് പോകുന്നവർക്ക് ഇനി ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഇസ്രയേൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള വിതരണം, കടലാസുകൾ വിതരണമൊക്കെ ചെയ്തു. ഗാസയിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാനുള്ള അവസാന അവസരം ഇതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഇനി അവിടെ അവശേഷിക്കുന്നവർ മുഴുവൻ ഇന്നും നാളെയൊക്കെ കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്നവർ ഹമാസ് ഭീകരർ മാത്രമായിരിക്കും, അല്ലാത്തവരെല്ലാം വിട്ടുപോവുകയാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവശേഷിക്കുന്നവരെയൊക്കെ കൊന്നു തീർക്കാനും എളുപ്പമായിരിക്കുമല്ലോ. അതാണ്, അതായത് ഹമാസ് ഭീകരർ എന്താണെന്നുള്ളത് അവരാണല്ലോ പോരാടി നിൽക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അതെ, ബാക്കി ആ ഭീകരതയുടെ കൂടെ ഇല്ലാത്തവരെല്ലാം പോകാനുള്ള അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു. അതാണ്, അങ്ങനെ ഹമാസ് ഭീകരരെ ഗാസയിൽ ഒറ്റപ്പെടുത്തുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ഗാസയിൽ അവശേഷിക്കുന്നവർ മുഴുവൻ ഭീകരരായിരിക്കും. ഇടനാഴിയിലുള്ള സേന ഹമാസിൻ്റെ, അതായത് ഇടനാഴിയിൽ ഇപ്പോൾ പട്ടാളം ഉണ്ടല്ലോ ഇസ്രയേൽ, അവർ ഹമാസിൻ്റെ ശേഷി മുഴുവൻ തകർത്ത് കഴിഞ്ഞു. അതാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഇസ്രയേൽ അവസാനം മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു, ഒഴിഞ്ഞു പോവുക. അതായത് ജനത്തോട്, അവിടുത്തെ പലസ്തീൻ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള അവസാന കൂടി നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 46 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ആക്രമണങ്ങളിൽ. റെഡ് ക്രോസ് അവിടുത്തെ പ്രവർത്തനം നിർത്തിവെച്ചു, അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിൻവാങ്ങി. റെഡ് ക്രോസ് അവിടെ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗാസ ഇവരുടെ കയ്യിലാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടെലഗ്രാമിൽ ഹമാസിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇസ്രായേൽ കാണിക്കുന്നത് ധാർഷ്ട്യമാണ്,
വംശഹത്യയാണ് ഇസ്രായേൽ നടത്തുന്നത്, ബലം പ്രയോഗിച്ചിട്ടാണ് ഒഴിപ്പിക്കുന്നത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഗ്രേറ്റ താൻബർഗും 500 ആക്ടിവിസ്റ്റുകളുമായിട്ട് ഒരു മറ്റേ ഷിപ്പ് അല്ലേ? അതെ, അത് ഗാസ, അതായത് ഫ്ലോട്ടില്ല എന്ന് പറയുന്നത് ഒരു കപ്പൽ വ്യൂഹം വരുന്നുണ്ടായിരുന്നു. ആ കപ്പൽ വ്യൂഹത്തിന് ഇന്ന് രാവിലെ ഈ ഗാസയ്ക്ക് 75 മൈൽ അകലെ വെച്ചിട്ട് പിടികൂടി. ഗ്രേറ്റ താൻബർഗിനെ അറസ്റ്റ് ചെയ്തു. നേരത്തെ ഇവരിങ്ങനെ വരാനുള്ള ശ്രമം നടത്തിയല്ലേ? ഗ്രേറ്റ താൻബർഗും ഈ ആക്ടിവിസ്റ്റുകളും ഒരു 15 ദിവസം മുമ്പേ ഒരു ശ്രമം നടത്തിയിരുന്നു, സഹായമായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നും അവരെ പിടികൂടിയതാണ്. അപ്പോൾ ഈ ഡസൻ കണക്കിന് ഇവരുടെ കൂടെ വെസലുകൾ ഉണ്ടായിരുന്നു, കപ്പലുകൾ, 100 കണക്കിന് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് യോം കിപ്പർ എന്ന് പറഞ്ഞ ദിവസമാണ്. അതായത് ജൂതന്മാരുടെ കലണ്ടറിലെ ഏറ്റവും വിശുദ്ധമായ ദിവസം ആണ് യോം കിപ്പർ. മുമ്പ് യോം കിപ്പർ വാർ എന്ന് പറഞ്ഞിട്ടേ ഈജിപ്തുമൊക്കെ ആയിട്ട് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു യുദ്ധം നടന്നതും ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ യഹൂദ മതത്തിലെ വിശുദ്ധ ദിനം ആണ് യോം കിപ്പർ. ബുധനാഴ്ച വൈകിട്ട് ആണ് യോം കിപ്പർ തുടങ്ങുന്നത്. ഇന്നും കൂടി ഉണ്ട്. 47 ഈ വെസലുകളാണ് ഈ ഗ്രേറ്റ താൻബർഗും ആക്ടിവിസ്റ്റുകളുമായിട്ട് വന്നിരുന്നത്. ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില്ല എന്നാണ് പറയുന്നത്. 500 ആക്ടിവിസ്റ്റുകൾ, പിന്നെ ഈ സ്വീഡനിൽ നിന്നുള്ള ആളുകൾ, MP-മാർ, അഭിഭാഷകർ, ഇവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് നേരത്തെ പിടികൂടുമ്പോൾ ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഒരു ഗ്രേറ്റ താൻബർഗും കൂട്ടരും. കേരളത്തിൽ ഇന്ന് 18,000 പേരുകൾ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം നടക്കുന്നില്ല. അതെ, 18,000 പേരുകൾ ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പൊറാട്ട് നാടകം. കേരളത്തിൽ ജൂതന്മാർ ഒരു 20% ഉണ്ടായിരുന്നു എന്ന് വെക്കേ, മുസ്ലിങ്ങൾ 20% ഉണ്ട് എന്നുള്ളതാണല്ലോ ഇതിന് കാരണം. അതെ, ജൂതന്മാരുണ്ടായിരുന്നെങ്കിലോ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ പൊറാട്ട് നാടക സംവിധായകരും ഇത് ചെയ്യുമായില്ല, തിരിഞ്ഞോടിയാലും. അതാണ്, ആരും ജൂതന്മാരില്ല ഇവിടെ, ഉണ്ടായിരുന്നവർ തിരിച്ചു പോയി അങ്ങോട്ട്. അപ്പോൾ ചോദ്യമില്ലല്ലോ. അതാണ് ഞാൻ മുമ്പ് ഈ ജെറുസലേമിൽ പോയപ്പോൾ പടിഞ്ഞാറൻ ജെറുസലേമിൽ ഒരു മലയുടെ പടിഞ്ഞാറൻ ചെരുവിൽ യാദ് വാഷ്യം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട്. യാദ് എന്നുള്ളത് ഓർമ്മ എന്നുള്ള അർത്ഥം തന്നെയാണ് ഹിന്ദിയിൽ, ഹീബ്രുവിലും. ഈ ആദിവാഷ്യം എന്ന് പറയുന്നത് ഈ ഹോളോകോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ജർമ്മനിയിൽ, അതിൽ പലർ കൊല്ലപ്പെട്ടല്ലോ. കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞാൽ 2,16,000 ജൂത കുട്ടികളെ ആണ് ഹോളോകോസ്റ്റിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. അതിൻ്റെ അകത്ത് 6,000 ടീനേജ് കുട്ടികളെ മറ്റേ ലേബർ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി. ബാക്കി എല്ലാവരെയും കൊണ്ടുപോയ ഉടനെ ഓഷ്വിറ്റ്സിലേക്ക് കൊണ്ടുപോയ ഉടനെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് തള്ളുകയാണ് ചെയ്തത്. ഈ 2,16,000 കുട്ടികൾ, ജൂതൻ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 18,000-നേക്കാൾ കൂടുതലല്ലേ? ഉറപ്പായിട്ടും 16,000 അവർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ജൂത വേട്ടയിൽ കൊല്ലപ്പെട്ട കുട്ടിയാണ് ഈ ആൻ ഫ്രാങ്ക് അല്ലേ, 15 വയസ്സുള്ള കുട്ടി. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായി, ലോകത്ത് ബെസ്റ്റ് സെല്ലറായി ഇപ്പോഴും ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നു ആൻ ഫ്രാങ്കിൻ്റെ. ഇതൊക്കെയാണ് ഈ ചരിത്രം എന്ന് പറയുന്നത്. ജൂതന്മാരെ പോലെ വേട്ടയാടപ്പെട്ട വേറൊരു ജനത ലോകത്തില്ല. ഇതൊന്നും ഓർക്കില്ല. 4 വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാമെന്നാണ് ഈ 18,000 പേരുകൾ എന്ന് പറഞ്ഞ ഇന്നത്തെ ഈ പൊറാട്ട് നാടകം. ഈ സച്ചിദാനന്ദനെ പോലുള്ള ആളുകളൊക്കെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും പബ്ലിസിറ്റി സ്റ്റണ്ട് തന്നെ. ഇതിൻ്റെ കൂടെ ഈ ഗ്രേറ്റ താൻബർഗും കൂട്ടരും വന്ന ഈ ഫ്ലോട്ടില്ലേ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് പല ആളുകൾക്ക് ഹമാസ് ബന്ധം ഉണ്ടെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. ഗാസയുടെ മെഡിറ്ററേനിയൻ തീരപരിധി എന്ന് പറയുന്നത് 278 കിലോമീറ്റർ, 150 നോട്ടിക്കൽ മൈലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോഴാണ്
പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫ്ലോട്ടില്ലയുടെ മുകളിൽ ഡ്രോണുകൾ പറക്കുന്നുണ്ടായിരുന്നു ഇസ്രയേലിൻ്റെ. ഇന്നലെ അവർ സാമൂഹിക മാധ്യമങ്ങളിലുടനീളം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഗ്രേറ്റ താൻബർഗും ആക്ടിവിസ്റ്റുകളും ഇത് ഡ്രോണുകൾ മുകളിൽ പറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദൃക്സാക്ഷി വിവരണം പോലെ ലോകത്തിന് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളുടെ കപ്പലുകൾക്ക് ചുറ്റും വെളിച്ചമില്ല, ഇരുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു അവർ. ഇതിന് അകമ്പടിയായിട്ട് ഒരു സ്പെയിനിൻ്റെ ഒരു കപ്പൽ, പിന്നെ 2 ഇറ്റാലിയൻ നേവി കപ്പലുകൾ അകമ്പടിയായിട്ടുണ്ടായിരുന്നു. സൈനിക നടപടിക്ക് ഞങ്ങൾ മുതിരില്ല എന്നവർ പറഞ്ഞിരുന്നു. 150 നോട്ടിക്കൽ മൈൽ ആയിക്കഴിഞ്ഞാൽ ഇസ്രയേൽ തീരത്ത് നിന്ന്, മെഡിറ്ററേനിയൻ തീരമാണ് ഗാസയിൽ, അത് 150 നോട്ടിക്കൽ മൈലാവുമ്പോൾ ഞങ്ങൾ നിർത്തുന്ന സ്പെയിനും ഇറ്റലിയും പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അകമ്പടി അതുവരെ അകമ്പടി സേവിക്കുകയാണ്, നിർത്തും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് പുതിയ സംഭവവികാസങ്ങളുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗസയുടെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. അപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങളെ ഹമാസ് പൂർണ്ണമായിട്ടും തള്ളുകയും ചെയ്തു. ഇനി ഹമാസിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നിൽ ആക്രമിക്കുക അല്ലെങ്കിൽ പോരാടുക, എന്നിട്ട് സ്വയം മരണത്തിന് കീഴടങ്ങുക. ഈ ഒരു ഓപ്ഷനല്ലേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. കാരണം ഇനി അവിടെ ജനതയില്ല. സത്യത്തിൽ ഗാസ ജനത അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവരിൽ പല ആളുകളും പറഞ്ഞിരുന്നു അവർ പലരും കൂടാരങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളിനി എങ്ങോട്ട് പോകാനാണെന്ന് അവരിൽ പലരും ചോദിച്ചുകൊണ്ടിരുന്നു. പോകാൻ ഒരു സ്ഥലമില്ല. ഖാൻ യൂനിസിലേക്ക് ഈ തക്കം നോക്കി പോകുന്ന ഒരു കുടുംബത്തിൽ നിന്ന് 88,000 രൂപ ഈ കൊണ്ടുപോകുന്ന ടാക്സി ഈടാക്കിയിരുന്നു. അത് സ്വർണം വിറ്റാണ് കൊടുത്തതെന്നൊരു സ്ത്രീ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ അവിടെ പണം ഉണ്ടാക്കുന്നുണ്ട്. കുറേ പേര് ഈ സഹായം വരുന്നത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് 5 രൂപ വിലയുള്ള പാർലെ ബിസ്ക്കറ്റ് 200 രൂപയ്ക്ക് വിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാന അവസരം കൊടുത്തിട്ടുണ്ട് ഒഴിഞ്ഞു പോകാനുള്ളത്. ഇനി അവിടെ ഹമാസ് ഭീകരർ മാത്രമേ ഹമാസ് നഗരത്തിലുള്ളൂ എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ എന്തായാലും സംഗതി കയ്യിലാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് കൺവേ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് വ്യവസ്ഥകളിൽ മാറ്റം വേണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആയുധം താഴെ വയ്ക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോരടിച്ച് മരിക്കുക അല്ലേ, സുഹൃതാക്കളാകുക, രക്തസാക്ഷികളാകുക, അതേ മാർഗമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.